Shalin's Kitchen Art. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. പത്തിരി ഇടിയപ്പ പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് മൈദ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചെറുതായി മുറിച്ചെടുത്തത് ചേർക്കാം. ഇനി നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പത്തിൽ ഈ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. 3 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്, അതായത് 200 ഗ്രാം. ഇനി അത് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മൾ അരിപ്പൊടി അളന്ന സെയിം കപ്പിൽ തന്നെയാണ് വെള്ളവും എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിപ്പം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. മധുരം നമുക്ക് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നേരത്തെ എടുത്ത അരിപ്പൊടിയിലേക്ക് വറുത്ത തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. 4 ഏലക്കായ ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത ശർക്കര പാനി അരിച്ചൊഴിക്കാം. നല്ല ചൂടോടുകൂടി തന്നെ വേണം നമ്മളിത് ഒഴിക്കേണ്ടത്. നമ്മളിത് പഴം ചേർക്കാത്തത് കൊണ്ട് ഇത് നമ്മൾ ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആവുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് കുറച്ചും കൂടെ നമുക്ക് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കണം. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മൾ നോർമൽ വെള്ളമാണ് ഒഴിക്കേണ്ടത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കണം. അപ്പം അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1/2 കപ്പ് നോർമൽ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അധികം ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് നിറച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3/4 ഭാഗം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് നിറച്ചങ്ങ് ഒഴിക്കരുത്, അപ്പം അങ്ങ് പൊങ്ങിപ്പോവും. ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് പൊങ്ങി വരുവാണ്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഉള്ള് വേവില്ല, പുറമേ കരിഞ്ഞും പോകും. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിടാം. ഇപ്പം നല്ല ഏലക്കയുടെയും തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് സ്പൂൺ കൊണ്ട് നമുക്ക് ഈ മാവ് എടുത്ത് ഒഴിച്ച് ഉണ്ടാക്കാവുന്നതാണ്. അതും വളരെ ടേസ്റ്റി ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു സൈഡ് മൊരിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ 2 സൈഡും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.